മഴതോരും മുമ്പയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന ബബിതയൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് റൂമിൽ വന്നേക്കുവാണ്. അപ്പോൾ ബബിതയോട് പറയുന്നുണ്ട്, നീ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും എനിക്കൊരു സങ്കടമില്ല കേട്ടോ. എന്നാൽ നിനക്കിപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഈ ചേച്ചിക്കും ബബിതേനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ എവിടെ പോയാലും എന്നെ അറിയിക്കണം, എന്നോട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ബബിത പറയും, ഓ പിന്നെ ഇവിടെ നിന്ന് പോവല്ലേ, പിന്നെ ഞങ്ങളെ ഓർക്കോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഞാൻ ഏത് ലോകത്താണെങ്കിലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും എന്തിനും നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അങ്ങനെ എന്നിട്ട് അലീന പറയുന്നുണ്ട്, അലീനയ്ക്ക് അറിയാലോ ബബിത കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് അലീനയെ സ്നേഹിച്ചതെന്ന് ഇതറിയാം. അപ്പോൾ അതുകൊണ്ട് അലീന ബബിതയോട് പറയും, നീ എനിക്ക് തന്ന സ്നേഹമുണ്ടല്ലോ, അത് എനിക്ക് വില മതിക്കാത്തതാണ് കേട്ടോ. കാരണം ഒന്നും അറിയാതെ കാര്യങ്ങൾ തിരിച്ചറിയാതെ ബബിത ഒരു ചേച്ചിയെ പോലെ കണ്ടുല്ലോ അലീനേനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലീന ആ റൂമിൽ നിന്ന് ബബിതയുടെ അടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും നേരം ഈ നമ്മുടെ ബബിത ഇങ്ങനെ കണ്ണീര് പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുക കേട്ടോ ബബിത. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലീന പോകുന്നത് രോഹിത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ രോഹിത്തിനോട്, നീ ഇനി നന്നായി പഠിക്കണം, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകരുത്, നല്ല നിലയിലെത്തണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ചേച്ചി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടുത്തെ സ്ഥിതികളൊക്കെ പഴയതിലും മോശമാവും, ഞങ്ങൾക്ക് പോലും ഒരു ഉറപ്പില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എല്ലാം ശരിയാവും, എപ്പോഴും ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കൃഷ്ണമോളുടെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കൃഷ്ണമോൾക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ കൃഷ്ണമോൾ അലീനയോട് പറയും, ചേച്ചിക്ക് പോകണ്ടായിരുന്നു, ചേച്ചി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ എനിക്ക് ഭയങ്കര വിഷമമാണ്, ചേച്ചി ഇവിടുന്ന് പോകണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, പോവാതെ പറ്റില്ല മോളെ, എന്തായാലും പോകണം എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി പോകേണ്ട കാര്യമില്ല, ചേച്ചി ഞങ്ങളുടെ അമ്മയുടെ മോളല്ലേ എന്ന് പറയുമ്പോൾ അലീന വേഗം തന്നെ കൃഷ്ണമോളുടെ വായൊക്കെ പൊത്തുന്നുണ്ട്. എന്നിട്ട് പറയും, ആരും കേൾക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ റൂമിൽ ഇങ്ങനെ ഒരുപാട് ആദിയോടും വിഷമത്തോടും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു കോള് തന്നെ ഫോണിലേക്ക്. അത് നമ്മുടെ സ്റ്റാൻലി ആയിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ സ്റ്റാൻലി വേഗം തന്നെ, ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ വേണം, ഞാനത് ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, നിങ്ങൾ പൂർണ്ണമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്ന് പറയുമ്പോൾ പറയും, സ്റ്റാൻലി പറയും, ഞാൻ ഇനി ഒന്നും ആലോചിക്കുന്നില്ല, എനിക്ക് എൻ്റെ മോളെ വേണം, വരായികയെ പറ്റിയോ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ എന്നാണ് നിങ്ങൾ കൊണ്ടുപോകണേന്ന് ബാലചന്ദ്രൻ ചോദിക്കും. അപ്പോൾ പറയും, ഒരു 2-3 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകും, ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല, ഒരു കാര്യത്തിനെ പറ്റിയും ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയും സ്റ്റാൻലി. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തു. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രന് ഒരുപാട് വിഷമവും ടെൻഷനും ഒക്കെ, കാരണം അലീന പോവാമല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വന്നത്. അപ്പോൾ വരുന്ന പാടെ ഈ ബാലചന്ദ്രൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ അലീന ചോദിക്കും, എന്താ അച്ഛാ, എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഇല്ല മോളെ, ഒന്നുമില്ല, നിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കുളത്തൂർ പുഴയിൽ ഒരു വീട്ടിൽ ഒരാൾ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അയാൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയും. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ മാറും. അപ്പോൾ ചോദിക്കും, എന്താ അച്ഛാ, എന്നാ ചെല്ലാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയും, 2-3 ദിവസത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് പോകണം എന്നാ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അലീനയ്ക്കും ബാലചന്ദ്രനും ഇങ്ങനെ വിഷമമായിട്ടോ, രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അലീന പറയും, അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വഴക്ക് പറയുമോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ പറഞ്ഞോ, എന്താ, നിനക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ പറ എന്ന് പറയും. അപ്പോൾ പറയും, ഇനി വേറെ ഒന്നും ആവശ്യമല്ല, എനിക്ക് കുറച്ച് പേരോട് യാത്ര പറയണമായിരുന്നു, ഇവിടുത്തെ മാഡത്തിനോട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, ഓ പിന്നെ ഇനി അവളോട് യാത്ര പറയാത്തേനാ നിന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ദ്രോഹിച്ചിട്ടും മോളെ, നിനക്ക് അവളോട് ഒരു ദേഷ്യമില്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ നീ പറഞ്ഞതല്ലേ, എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് അലീന
ഈ നമ്മുടെ മനുവിൻ്റെയൊക്കെ വീട്ടിൽ വൈജയനോട് യാത്ര പറയാൻ വേണ്ടി വരുവാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മനുവിനെയാണ്. അപ്പോൾ മനു ചോദിക്കും, യാത്ര പറയാൻ വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അതെ, ആദ്യം എനിക്ക് പറയേണ്ടത് മാഡത്തിനോടാ എന്ന് പറയും, പിന്നെ മറ്റുള്ളവരോടും എന്ന് പറയുമ്പോൾ മനു ചോദിക്കും, അപ്പോൾ എന്നോട് പറയുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് വാക്കുകളില്ല കേട്ടോ. അപ്പോൾ മനു അത്രയ്ക്ക് അലീനേനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അലീന ഇതുവരെയായിട്ടും മനുവിനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണല്ലോ നിർത്തിയേക്കുന്നത്, ഇഷ്ടമുണ്ടെങ്കിലും. അപ്പോൾ അലീന ഇങ്ങനെ മനുവേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ വിളിക്കുമ്പോൾ വേദന മനു വിഷമിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു പോവാണ്. നീ പോയി ആൻറ്റീനെ കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. ഇതിന് ശേഷം അലീനയോട് പറയും, ആൻറ്റി മുകളിലെ റൂമിലുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അലീന മുകളിൽ വൈജയുടെ റൂമിലേക്ക് വരുവാണ്. അവിടെ ഇങ്ങനെ വാതിലിൽ മുട്ടുമ്പോൾ വന്ന് വൈജ വാതിൽ തുറക്കുന്ന തന്നെ മുഖമൊക്കെ ആകെ കയറ്റി പിടിച്ചിട്ടാണ്. വേഗം തന്നെ അലീനേനെയും കൂടി കാണുമ്പോൾ ആകെ പ്രശ്നമായി. വേഗം തന്നെ വൈജ ദേഷ്യത്തോടുകൂടി അലീനേനെയൊക്കെ നോക്കി നിൽക്കുവാണ്. പിന്നെ സ്വാഭാവികമായിട്ട് എന്നും പറയണ പോലെ കുറേ കുത്തുവാക്കുകളും ശാപവാക്കുകളൊക്കെ അലീനയോട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.